സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണിൻ്റെ തലയിൽ രാധിക രാസനദി പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പറയണേ, അതെ കുളിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തലയൊക്കെ തോർക്കണം, അല്ലെങ്കിൽ ഇതുപോലെ തലയിലൊക്കെ വെള്ളം നിന്ന് ജലദോഷം പനിയൊക്കെ വരും. അതെ പറ്റുവാണെങ്കിൽ ഈ രാത്രി കുളിയൊന്ന് അവസാനിപ്പിക്കണം കേട്ടോ. രാത്രി കുളിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. പിന്നെ അതൊന്നും കുഴപ്പമില്ല. ശരി ശരി, എന്നാലേ വേഗം വാ, നമുക്ക് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാം. നാളെ ഓഫീസിൽ നേരത്തെ പോകാനുള്ളതല്ലേ, ഉറക്കക്ഷീണം ഉണ്ടാക്കുമല്ലോ. ഈ സമയം വരൻ ചോദിക്കണേ, അല്ല താൻ എന്തൊക്കെയാണ് പറയുന്നത്? താൻ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ഞാനത് ചുമട് ചുമക്കാൻ പോയതാണെന്ന്. അന്നേരം ചിരിച്ചുകൊണ്ട് രാധിക പറയണേ, അങ്ങനെയൊന്നും അല്ലെങ്കിലും അവിടെയും വരൻ്റെ തലവേദന ഉണ്ടാക്കാൻ ഒരുത്തിയുണ്ടല്ലോ. എന്താ അവളുടെ പേര് പറഞ്ഞത്? ആ, സോന. അവളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തന്നെ പോരെ. അന്നേരം വരൻ പറയണേ, എവിടെ ചെന്നാലും എനിക്ക് കൃത്യമായിട്ട് ശത്രുക്കളുണ്ടാവും. ആ അതെ, എന്താണെന്നറിയോ, ജാതകത്തിൻ്റെ പ്രശ്നമോ? നമുക്കേ മുത്തശ്ശിയും കൂട്ടി ഏതെങ്കിലും ജോത്സ്യനെ കാണാൻ പോയാലോ? ഓ എന്തിന്, അതിൻ്റെ ഒരാവശ്യമില്ല. എന്നിട്ട് വേണം ഇനി അയാൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറയാൻ, എന്നിട്ട് അത് പരിഹരിക്കാനായിട്ട് ഓരോ കാര്യങ്ങളും. തൽക്കാലം അതിനൊന്നും നടന്ന് ചിലവഴിക്കാനേ നമ്മുടെ കയ്യിൽ പൈസയുമില്ല, സമയവുമില്ല. അത് കാരണം തനക്കാര്യം അങ്ങ് മറന്നു കളഞ്ഞേക്ക് കേട്ടോ. ശരി, പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾ എൻ്റെ ഭർത്താവിനെ വല്ലാണ്ടങ്ങ് വിഷമിപ്പിക്കുന്നു എന്ന് എനിക്ക് തോന്നിയാലേ ഞാൻ അങ്ങോട്ടേക്കൊരു വരവ് വരും. വന്നിട്ട് താൻ അവളെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്തോ. അത് കേട്ടിട്ട് രാധിക ചോദിക്കണേ, അത് ശരി, അപ്പം എന്നെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ? സാരമില്ല, എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും കുഴപ്പമില്ല. എൻ്റെ വരണ്ട എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ചാടി വീണിരിക്കും. എന്നാൽ പിന്നെ വാ, നമുക്ക് സമയം കളയണ്ട, പോയി ഭക്ഷണം കഴിക്കാം. അങ്ങനെ പറഞ്ഞ് വരുണിനെയും കുട്ടി രാധിക ഡൈനിങ് ടേബിളിലെത്തുവാണ്. എന്നിട്ട് വരുണിനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് രാധിക. താൻ കഴിക്കുന്നില്ലേ? പിന്നല്ലാതെ നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് രാധികയും വരുണിനൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുവാണ്. ഈ സമയം വരുൺ പറയുന്നുണ്ട്, ഇനി നാളെ ഓഫീസിൽ ചെല്ലുമ്പോൾ അറിയാം ജോലി ഉണ്ടോ ഇല്ലയോ എന്ന്. പെണ്ണിൻ്റെ പക അങ്ങനെ അത്ര പെട്ടെന്ന് അടങ്ങുന്നൊന്നുമല്ലല്ലോ. അതിന് തീവ്രത ഏറെയായിരിക്കും, പ്രത്യേകിച്ച് എനിക്കെതിരെ ആയിരിക്കുമ്പോൾ. എനിക്കെതിരെ വന്ന കൂടുതൽ ശത്രുക്കളും സ്ത്രീകളാണ് അല്ലേടോ? ശരിയാ, വില്ലന്മാരെക്കാളും വില്ലത്തുകളാണ് കൂടുതലും. അന്നേരം വരുൺ ചോദിക്കണേ, അല്ല ഇനി അത് ചിലപ്പോൾ എന്നോടുള്ള വല്ല അട്രാക്ഷനും കൊണ്ട് അങ്ങനെ ആയി പോകുന്നതാണോ? എന്ത് അട്രാക്ഷൻ? അല്ലടോ, ഈ കാണുന്ന പെൺകുട്ടികൾക്ക് ഈ സ്പെഷ്യൽ അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ആരാധനയോ അങ്ങനെ വല്ലതും സംഭവിച്ച് അത് പിന്നെ പ്രതികാരം ചെയ്യലിലേക്ക് പോകുന്നതാണോ എന്നൊരു സംശയം. അത് കേട്ട് രാധിക ചിരിച്ചുകൊണ്ട് പറയണേ, ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സൊന്ന് ഇളക്കണം. എന്നിട്ട് ഞാൻ കുറച്ചു നേരം വരനോട് മിണ്ടാതെ മുഖം വീർപ്പിച്ചിരിക്കണം. ആ സമയം വരന് വന്ന് പഞ്ചാര വർത്താനം പറയാനല്ലേ. തൽക്കാലം ഞാനതിൽ നിന്ന് തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ വരൻ എന്താ കാണാൻ നല്ല ഭംഗിയുള്ള ആളല്ലേ, സുന്ദരനല്ലേ. അപ്പോൾ ഏത് പെണ്ണാണെങ്കിലും ഒന്ന് നോക്കിപ്പോകും. വരൻ്റെ പിന്നാലെ വരാനും വരനോടൊന്ന് അടുക്കാനും ആഗ്രഹിച്ചൊന്നും ഇരിക്കും. അതിനിപ്പോൾ കുറ്റം പറയാൻ പറ്റുമോ? പക്ഷെ അവർക്കാർക്കെങ്കിലും ഇതുപോലെ വരൻ്റെ തൊട്ടരികെ വന്നിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ വരന് ഭക്ഷണം വാരിത്തരാൻ പറ്റുമോ? വരൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം ഇതുപോലെ പിടിച്ചു വാങ്ങി കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിനെല്ലാം പറ്റുന്ന ഒരേ ഒരു പെണ്ണേ ഈ ലോകത്തേ ഉള്ളൂ, അത് ഈ രാധിക തന്നെയാണ്. പിന്നെ ഞാനെന്തിനാ ഇതെല്ലാം കേട്ട് അസൂയപ്പെടുന്നത്? അതെല്ലാം കേട്ട് വരൻ തിരിച്ചുകൊണ്ട് പറയണേ, എൻ്റെ പൊന്നോ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ മോട്ടിവേഷനാണ് എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ എനർജി. സത്യത്തിലെ എല്ലാ സ്ത്രീകളും ഇയാളെ റോൾ മോഡലാക്കണം. അത്ര നല്ല ധൈര്യം തരുന്ന വാക്കുകളല്ലേ ഇയാളുടെ വായിന്ന് വരുന്നത്. അന്നേരം അത് കേട്ട് രാധിക പറയണേ, അയ്യോ മതി മതി മതി, തൽക്കാലം ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇങ്ങനെ നിന്ന് പുകഴ്ത്തണ്ട കേട്ടോ. മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കും. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും ഒത്തിരി സന്തോഷത്തോടെ ഭക്ഷണം പരസ്പരം വായിൽ വെച്ച് കൊടുക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണസേവാശ്രമം ഉണ്ടോ. അവിടെ ശങ്കർജി ഊർമിളയോടും സ്നേഹയോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അവർ ഓണാഘോഷ പരിപാടികളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശങ്കർജി പറയണേ, കഴിഞ്ഞ തവണത്തേനേക്കാളും ഇത്തവണത്തെ ഓണാഘോഷം ഗംഭീരമാക്കണം. കഴിഞ്ഞ തവണത്തെ സെലിബ്രേഷനിൽ ചില പോരായ്മകളൊക്കെ കണ്ടിരുന്നു അല്ലേ? അതെ ശങ്കർജി, കഴിഞ്ഞ തവണ വിളമ്പിയ ഭക്ഷണം അത് തന്നെയായിരുന്നു മോശമായി പോയത്. ആ സദ്യയിൽ പലതും തൃപ്തികരമായിരുന്നില്ല. ഓണത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് അന്ന് കഴിക്കുന്ന സദ്യ തന്നെയാണല്ലോ. അതിൽ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഓണത്തിൻ്റെ എല്ലാ സെലിബ്രേഷൻ്റെയും മൂഡ് തന്നെ ഇല്ലാതായി പോകും. അതെ ഇത്തവണ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സ്ഥലത്തു നിന്ന് തന്നെ വേണം ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ആറ്റുവാശ്ശേരി സദ്യയുടെ വീഡിയോ. അവർ ഭക്ഷണത്തിൽ വിഷം ചേർത്തു എന്ന് പറഞ്ഞ പല കള്ളക്കഥകളും വന്നു. ഇപ്പോൾ അതിൻ്റെ എല്ലാ സത്യാവസ്ഥ പുറത്ത് വന്നിരിക്കുകയാണ്. അതിൽ ആശ്ചര്യം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ആറ്റുവാശ്ശേരി സദ്യ നടത്തുന്ന പെൺകുട്ടിയുണ്ടല്ലോ, അന്നിവിടെ ഒരമ്മേനെ ഇവിടെ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് തന്നില്ലേ, ആ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കുട്ടി, ഊർമിളയോട് ഞാൻ പറഞ്ഞില്ലേ, അതേ പെൺകുട്ടി തന്നെയാണ് അത് നടത്തുന്നതും. അതുകൊണ്ട് അത് കണ്ടപ്പോഴേക്കും എൻ്റെ മനസ്സിലൊരു ആശയം തോന്നി, ഇത്തവണത്തെ നമ്മുടെ ഓണാഘോഷത്തിന് സദ്യ വിളമ്പാനായിട്ട് ആറ്റുവാശ്ശേരി സദ്യത്തേനെ ഏൽപ്പിച്ചാലൊന്ന്. ആ പെൺകുട്ടി ഒരു മിടുക്കി പെൺകുട്ടിയാണ്, വളരെ നല്ല മനസ്സുള്ള കുട്ടിയാണ്. അതവളുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് അവൾ എന്തോ ഒരു പ്രത്യേകത തോന്നിയതാണ്.
സ്വന്തം കാര്യം നോക്കുന്നതിലുപരി മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെയുള്ളവർക്കല്ലേ ഇത്രയും പേർക്ക് ഒരു സദ്യ ഉണ്ടാക്കുമ്പോൾ അത് പൂർണ്ണ മനസ്സോടു കൂടിയും നല്ല അർപ്പണത്തോടു കൂടിയും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പല രീതിയിലാണ് ഓരോരുത്തരും ഭക്ഷണം ഉണ്ടാക്കുന്നത്. ചിലർ തങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുള്ളോ ഇതൊന്നോർത്ത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്നാൽ മറ്റു ചിലരാകട്ടെ ഇത് മറ്റുള്ളവർ കഴിക്കേണ്ട ഭക്ഷണമോ അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു വാശി അവരിലുണ്ടാകും. അതുപോലൊരു പെൺകുട്ടിയെ രാധികയും. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ആ കുട്ടി കടന്നു പോരുന്നതെന്ന് അന്നത്തെ അവളുടെ പെരുമാറ്റം കണ്ടാൽ മനസ്സിലാവില്ല. അന്ന് അമ്മയുടെ വിഷമം കണ്ടപ്പോൾ അവരെ ചേർത്ത് പിടിക്കാനും അവർക്കൊരു തണലുണ്ടാക്കാനും അവൾ കാണിച്ച ആ ഉത്സാഹമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവളുടെ മനസ്സിലെ നന്മ തന്നെയാണ്. അപ്പം നമുക്ക് എന്താണെങ്കിലും ഇക്കാര്യം ഉറപ്പിക്കാം അല്ലേ ഊർമിളെ? ശങ്കർജിയുടെ തീരുമാനം എന്താണോ അങ്ങനെ തന്നെ നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ രാധികയെ വിളിച്ച് ഈ കാര്യം അവതരിപ്പിക്കാം. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ് കേട്ടോ. അവിടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരുണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടി ആറ്റുവാശ്ശേരിയിൽ എത്തുന്നുണ്ട്. ഈ സമയം രാധികയും മുത്തശ്ശിയും യശോദയൊക്കെ മുറ്റത്തേക്ക് വരുവാ. ആ ചേച്ചിമാരെ എന്താ ഇവിടെ? മോളെ, നമ്മുടെ ആ വീഡിയോ ഉണ്ടല്ലോ, അത് കുറേ പേരൊക്കെ കണ്ടു കേട്ടോ. എന്നോട് വഴിയിൽ വെച്ച് കണ്ട കുറേ പേരൊക്കെ അതിനെക്കുറിച്ച് ചോദിച്ചു. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. അവരെല്ലാവരും ആ നമ്മുടെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത ആ സ്ത്രീ എവിടെയുണ്ടെന്ന് ചോദിച്ച് നടക്കുക. അവർ ശരിക്കും ഒന്ന് പെരുമാറാൻ. ഈ സമയം കൂടെ വന്ന ചേച്ചിയും പറഞ്ഞേ, ശരിയാ മോളെ, ചന്തയിൽ പോയപ്പോൾ എന്നോടും കുറേ പേര് ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു ചോദിക്കുന്നത്. അന്നേരം അതൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്കും യശോദക്കും മുത്തശ്ശിക്കൊക്കെ ഒത്തിരി സന്തോഷവുമാണ്. രാധിക പറയണേ, എന്നെയും പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. പലരും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ സംസാരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആ വീഡിയോയിൽ അയാൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അതെന്താണെങ്കിലും നമ്മുടെ ആറ്റുവാശ്ശേരി സദ്യക്ക് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യും. അധികം വൈകാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരാൻ പറ്റും. എന്താണെങ്കിലും ആ ഷാജി ഒന്ന് വിളിക്കണം, അയാളോട് നന്ദി പറയണം. ഈ സമയം ജയഭാരതി പറയണേ, അത് ശരിയാ മോളെ, അത് വേണം. എന്താണെങ്കിലും പ്രശ്നങ്ങളൊക്കെ കലങ്ങി തെളിയുവാണല്ലോ. ഇനി നോക്കിക്കോ, അധികം വൈകാതെ നല്ലൊരു ഓർഡറും കൂടി കിട്ടും. അതിലൂടെ നമ്മുടെ ആറ്റുവാശ്ശേരി സദ്യ പഴയതിലും ശക്തിയായിട്ട് തന്നെ തിരിച്ചു വരും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്തായിരിക്കും രാധികയുടെ ഫോണിലേക്ക് ശങ്കർജിയുടെ കോൾ വരുന്നത്. അന്നേരം രാധിക പറയണേ, മുത്തശ്ശി, ഇത് ഞാൻ അമ്മയെ അന്നുകൊണ്ട് തന്നെ ആക്കിയ ആശ്രമമില്ലേ, അവിടെ നിന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് രാധിക ഫോൺ എടുക്കുക. ഹലോ, ആ മോളെ രാധികെ, ഇത് ഞാനാ ശങ്കർജി. ആ പറഞ്ഞോളൂ ശങ്കർജി, എന്തോറ്റി? അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പം മറ്റും? രാധിക മോൾ ഒന്നും പേടിക്കണ്ട, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് മോളെ ഇപ്പോൾ വിളിച്ചത്. കഴിഞ്ഞ ദിവസം മോളുടെ ഒരു വീഡിയോ കണ്ടിരുന്നു, നിങ്ങളുടെ ആറ്റുവാശ്ശേരി സദ്യയെക്കുറിച്ചുള്ള വീഡിയോ. ആ വീഡിയോ കണ്ടപ്പോഴാണ് അത് നടത്തുന്നത് മോളാണെന്ന് എനിക്ക് മനസ്സിലായത്. അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടെങ്കിലും കൂടുതലായിട്ട് മോളെക്കുറിച്ചൊന്നും ചോദിക്കാനോ കൂടുതൽ പരിചയപ്പെടാനോ ഒന്നും പറ്റിയില്ലല്ലോ. സത്യം പറയാലോ, ഇത്രയും വലിയൊരു പ്രശ്നത്തിലൂടെയാണ് മോൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലായില്ല. അതിൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി മനസ്സിൽ ഒത്തിരി വേദന കടിച്ചമർത്തിക്കൊണ്ട് എല്ലാവർക്കും മുമ്പിൽ ചിരിച്ച മുഖത്തോടെയല്ലേ മോൾ നിൽക്കാറ്. മോളുടെ ആ പെരുമാറ്റമൊക്കെ എന്നെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനാ. ഇവിടെ എല്ലാ വർഷവും ഓണാഘോഷം നല്ല രീതിയിൽ തന്നെ നടത്താറുണ്ട്. ഇത്തവണ ഓണാഘോഷത്തിന് സന്ധ്യ വിളമ്പുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് മോളുടെ മുഖമാണ്, മോളുടെ ആ വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ഇത്തവണ ഇവിടുത്തെ ഓണാഘോഷത്തിന് സദ്യ വിളമ്പാൻ പോകുന്നത് ആറ്റുവാശ്ശേരി സദ്യ ആയിരിക്കും. അത് കേൾക്കുന്നതും രാധയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അയ്യോ, സത്യമാണോ ശങ്കർജി പറയുന്നത്? പിന്നല്ലാതെ, ഒരു 200 പേർക്കുള്ള സദ്യ. അതുമായിട്ട് മോള് തന്നെ നേരിട്ട് ഇവിടെ എത്തണം കേട്ടോ. അന്നത്തെ ഓണാഘോഷ പരിപാടിയിൽ മോളും ഞങ്ങൾക്കൊപ്പം കുറച്ച് സമയം ചിലവഴിക്കണം. ഇവിടെയുള്ള എല്ലാവർക്കും അതൊരു സന്തോഷം തന്നെയായിരിക്കും. 200 പേർക്കുള്ള സദ്യ ഒരുക്കാനായിട്ട് എത്ര തുക ചിലവാകുമെന്ന് മോള് പറഞ്ഞോളൂ. ഇന്ന് തന്നെ അതിൻ്റെ പകുതി അഡ്വാൻസ് ആയിട്ട് അയച്ചു തരാം. എല്ലാം നമുക്ക് ഭംഗിയായിട്ട് തന്നെ ചെയ്യാം മോളെ. ഈ സമയം അതൊക്കെ കേൾക്കുന്നതും രാധയ്ക്ക് സന്തോഷമാണ്. സത്യം പറയുള്ളൂ ശങ്കർജി, എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതിലും വലിയൊരു ഭാഗ്യം എനിക്കിനി കിട്ടാനില്ല. ഒത്തിരി സന്തോഷമായി മോളെ. നിൻ്റെ നല്ല മനസ്സിന് എല്ലാം നല്ലതായിട്ട് തന്നെ വരുള്ളൂ. ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറായ ഊർമിളയുടെ നമ്പർ തരാം, അതിലേക്ക് വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഊർമിള പറഞ്ഞു തരും. എന്നാൽ ശരി മോളെ. അങ്ങനെ പറഞ്ഞ ശങ്കർജി ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം രാധിക പറയണേ, അമ്മേ, മുത്തശ്ശി, ചേച്ചിമാരെ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത തന്നെയുണ്ട്. ഭഗവാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ ആറ്റുവാശ്ശേരി സദ്യ തിരിച്ചു വരാൻ പോകുവാണ്. വളരെ നല്ല രീതിയിലുള്ള തുടക്കം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശങ്കർജിയുടെ കൃഷ്ണസേവ ആശ്രമം ഉണ്ടല്ലോ, അവിടുത്തെ ഓണാഘോഷ ചടങ്ങിലേക്ക് നമ്മുടെ ആറ്റുവാശ്ശേരി സദ്യ വിളമ്പാനായിട്ട് പോകുന്നത്. 200 പേർക്കുള്ള സദ്യ. അത് കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമാകുവാണ്. മുത്തശ്ശി പറയണേ, കണ്ടില്ലേ മോളെ, നീ ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഫലമാണ് നിനക്കിപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ഇതിലും നല്ലൊരു തിരിച്ചുവരവ് നിങ്ങൾക്കിവിടെ നടത്താനില്ല. നീ എന്ന് ആ അമ്മയെ സഹായിച്ചു, അവരെ ആ ആശ്രമത്തിലെത്തിച്ചു. നിൻ്റെ ആ നല്ല മനസ്സിൻ്റെ
നന്മയ്ക്കുള്ള പ്രതിഫലോ ഭഗവാൻ ഇപ്പോൾ തന്നിരിക്കുന്നത്. അങ്ങനെയല്ലേ മോളും ശങ്കർജിയും തമ്മിൽ പരിചയപ്പെട്ടത്. അതുകൊണ്ടല്ലേ അദ്ദേഹം മോളുടെ കാര്യങ്ങൾ അറിഞ്ഞതും ഇപ്പോൾ ഈ ഒരു ഓർഡർ മോൾക്ക് വന്നു ചേർന്നതും ഒക്കെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ഇത് നീ ഭംഗിയായിട്ട് തന്നെ ചെയ്യണം. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ സദ്യ തയ്യാറാക്കി എല്ലാവർക്കും മുമ്പിലും ആറ്റുവേശ്വരി സദ്യയുടെ തിരിച്ചു വരവ് അറിയിക്കണം. വേണം മുത്തശ്ശി. അപ്പോൾ ചേച്ചിമാരെ, നമുക്കിനി ഉറക്കമില്ലാത്ത നാളുകളാണ്. ഇനി ഒട്ടും വിശ്രമമില്ല കേട്ടോ. 200 പേർക്കുള്ള സദ്യ തയ്യാറാക്കേണ്ടത്, അതിനുള്ള കാര്യങ്ങളും എല്ലാം നമുക്കിപ്പോൾ തന്നെ ചെയ്തു തുടങ്ങണം. എല്ലാവരും ഒന്ന് ഉഷാറായിക്കോ എന്നും പറഞ്ഞ് അവരെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ തന്നെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് S&S ഗ്രൂപ്പാണ് കേട്ടോ. അവിടെ സോനയാണെങ്കിൽ ക്യാബിലിരുന്ന് എന്തൊക്കെ ചില ഫയൽസും മറ്റും നോക്കി വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം ജഗന്നാഥൻ അങ്ങോട്ടേക്ക് വരുവാം. മാഡം, ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഒരാളെ ശിക്ഷിച്ചില്ലേ, ആൻ്റണി ഐസക്. അയാളിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ വാട്ട്? അതിന് നമുക്കെന്താ? ജയിലിൽ നിന്ന് ഇങ്ങനെ പലരും ഇറങ്ങുമല്ലോ. അതൊക്കെ നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യം എന്താ? അല്ല മാഡം, അയാളിതാ ഇവിടെ നമ്മുടെ ഓഫീസിലെത്തിയിട്ടുണ്ട്. വാട്ട്? അയാൾ നമ്മുടെ ഓഫീസിലെത്തിയിട്ടുണ്ടെന്നോ? എന്തിനും? അത് പിന്നെ അന്ന് അയാൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ മാഡം അല്ലേ അയാൾക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്തതും അയാൾക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തതും. ആ കേസിൻ്റെ പെടുത്തലല്ലേ അയാൾ 3 മാസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഒന്നാമത് മാഡത്തിനറിയാലോ, അയാളൊരു കുഴപ്പക്കാരനാണ്. ഭ്രാന്ത് നൽകിയ പോലെയാണ് സംസാരം പെരുമാറ്റമൊക്കെ. ഏത് സമയത്ത് എന്ത് ചെയ്യുമെന്നറിയില്ല. ഇനി അതിന് പ്രതികാരം വീട്ടാനെങ്ങാനുമാണോ ഇങ്ങോട്ട് വന്നതെന്നറിയില്ല. ജഗന്നാഥൻ, അയാളെ ഒരു കാരണവശാലും ഈ ഓഫീസിലേക്കോ ഈ ക്യാബിനിലേക്കോ അടുപ്പിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അയാൾ ഇവിടെ നിന്ന് പുറത്തേക്കാക്കണം. മുമ്പ് ഈ കമ്പനി അയാളുടേതായിരുന്നു. അയാൾ നമുക്ക് വേണ്ടി വിറ്റതാണ്. നമ്മളതിൽ നേരിട്ട് കക്ഷികളുമല്ല. മറ്റൊരു പാർട്ടിയിലൂടെയാണ് നമ്മളിതിലേക്ക് എത്തിയത്. നമ്മളിതിൽ 3ാം കക്ഷികളാണ്. അപ്പം ഇതിലയാൾ ഇപ്പോൾ ഒബ്ജക്ഷനുമായിട്ട് വന്നാൽ അത് നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അയാളെ എത്ര പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യണം. മനസ്സിലായല്ലോ? അങ്ങനെ ജഗന്നാഥൻ പോകാൻ തുടങ്ങുമ്പോൾ സോന പറയണേ, അതെ ഒന്ന് നിന്നേ. ഇവിടെ പുതിയൊരുത്തൻ എത്തിയിട്ടുണ്ടല്ലോ, പുതിയൊരു മാനേജർ വരുൺ. അവൻ ഭയങ്കര എഫിഷ്യൻ്റ് ആണെന്നല്ലേ ഇയാൾ പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം ഈ ആൻ്റണി ഐസക്കിൻ്റെ കാര്യം അവൻ ഡീൽ ചെയ്യട്ടെ. അയാളെ പറഞ്ഞ് അവൻ ഇവിടെ നിന്ന് സോൾവ് ചെയ്ത് പറഞ്ഞു വിടട്ടെ. അവൻ്റെ മിടുക്കൊന്നറിയാമല്ലോ. അത് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരവും കൂടിയാണിത്. അന്നേരം ജഗന്നാഥൻ പറയണേ, അല്ല മാഡം, വരുൺ ഇവിടെ പുതിയ ആളല്ലേ. ഈ ആൻ്റണി ഐസക്ക് അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ആൾ വല്ലാത്ത വയലൻ്റാണ്. സോ വാട്ട്? അതിനെന്താ? അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോയെന്ന് നമുക്കൊന്ന് നോക്കാന്നേ. ഇനിയിപ്പോൾ അതല്ല, അതുപോലെ ഒരു ക്രിമിനൽ പുള്ളീൻ്റെ കൈകൊണ്ട് തീരാൻ അവൻ്റെ വിധിയെങ്കിൽ അങ്ങ് തീരട്ടേന്നേ. അങ്ങനെ ഒരു ക്രിമിനൽ നമ്മുടെ കമ്പനിയിലെ മാനേജറെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനിക്ക് വല്ലാത്തൊരു മൈലേജ് തന്നെയാണല്ലോ. താനേ എത്രയും പെട്ടെന്ന് അവനെ അവരുടെ ക്യാബിനറ്റിലേക്ക് പറഞ്ഞു വിടും. അങ്ങനെ ജഗന്നാഥൻ ആൻ്റണീൻ്റെ അരികിലേക്ക് എത്തുവാണ് കേട്ടോ. ഈ സമയം ആൻ്റണി ആണെങ്കിൽ അവിടുത്തെ പല സാധനങ്ങളും താഴെയിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം കീർത്തിയും ബാക്കിയുള്ള 2-3 സ്റ്റാഫുകളും ചേർന്ന് അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ വല്ലാതെ വയലൻ്റാണ് കേട്ടോ. അന്നേരം ജഗന്നാഥൻ അവിടെ എത്തുവാം. ആൻ്റണി, എടോ താൻ ഇവിടെ ഉണ്ടായോ? എവിടെ? ഇവിടുത്തെ MD എവിടെ? അവളെ വിളിക്ക്. അവളോട് എനിക്ക് സംസാരിക്കാനുള്ളത്. അവളാണ് എന്നെ ജയിലിലാക്കിയത്. എൻ്റെ 90 ഡേയ്സ് ഞാൻ ജയിലിൽ കിടന്ന് നരകിക്കുമായിരുന്നു. അതിന് അവൾ എനിക്ക് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. മിസ്റ്റർ ആൻ്റണി, തൽക്കാലം MDക്ക് നിങ്ങളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുമായിട്ട് ഞങ്ങളുടെ മാനേജറാണ് MD ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ വരൂ, ഞങ്ങളുടെ പുതിയ മാനേജറെ പരിചയപ്പെടൂ. അയാൾ നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ അയാളെ നിർബന്ധിച്ച് വരുണിൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോകുവാൻ കേട്ടോ ജഗന്നാഥൻ. ഈ സമയം വരുണാണെങ്കിൽ അയാളെ കണ്ടതും എന്താ കാര്യം എന്നൊക്കെ ജഗന്നാഥനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ജഗന്നാഥൻ കാര്യങ്ങളൊക്കെ പറയണേ. വരുൺ, മുമ്പ് ഈ കമ്പനി ഇയാളുടേതായിരുന്നു. ഇയാളുടെ കയ്യിൽ നിന്നുമാണ് ഞങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചത്. അത് മറ്റൊരു ഇടനിലക്കാരിലൂടെയാണ് വാങ്ങിച്ചത്. പിന്നീട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇയാൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ മേഡവുമായിട്ട് നടക്കി. മേഡം അങ്ങനെ പോലീസിൽ കേസ് കൊടുത്തു. അതിൻ്റെ പേരിൽ ഇയാൾ 3 മാസത്തോളം ജയിലിലായിരുന്നു. ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുക. വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കുവാണ്. സോ വരുൺ ഇയാളെ ഒന്ന് പറഞ്ഞ് ആൻ്റണിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് മാഡത്തിൻ്റെ നിർദ്ദേശമാണ്. വരുൺ ഇത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് ജഗന്നാഥൻ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുവാണ്. വരുൺ പറയണേ, പ്ലീസ് സിറ്റ് ഡൗൺ സാർ. നീ ആരാടാ എന്നെ എടുത്താനും അനുസരിപ്പിക്കാനും ഒക്കെ? എനിക്കിഷ്ടമുള്ള ചെയ്യും. നീ എന്നെ എന്ത് പഠിപ്പിക്കാൻ പോടാണ്? ഈ സമയം എല്ലാവരും ക്യാബിൻ്റെ പുറത്ത് എന്തായാലും ലോകത്ത് നടക്കാൻ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ടെൻഷനിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ജഗന്നാഥനും കീർത്തി മറ്റ് സ്റ്റാഫുകളും എല്ലാവരും ഉണ്ട്. ഈ സമയം അങ്ങോട്ടേക്ക് എത്തുവാണ് കേട്ടോ സോന. അന്നേരം സോന ചോദിക്കുന്നുണ്ട്, എന്തായിടോ? ആൻ്റണി അവിടെ നിന്ന് ആളിക്കത്തുവാണല്ലേ, നല്ല ബഹളം കേൾക്കുന്നുണ്ടല്ലോ. അന്നേരം അയാൾ പറയണേ, ആൻ്റണിയുടെ സ്വഭാവം പിന്നെ അറിയാവുന്നതല്ലേ, അയാളിനി അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമോ എന്തോ. തുടക്കം തന്നെ കണ്ടില്ലേ എന്തൊരു ബഹളമാണ്. അയാൾ എന്താണെന്ന് വെച്ചാൽ അവനെ ചെയ്യട്ടെ. അവനെ ഈ സോനയോടാണ് കളിച്ചത്. അതിൻ്റെ ഫലം അവൻ അനുഭവിച്ചേ പറ്റൂ. എന്താണെങ്കിലും എന്തു തന്നെ ശബ്ദം അകത്തുനിന്ന് കേട്ടാലും ഒരു 10 മിനിറ്റ് കഴിയാതെ ആരും അകത്തേക്ക് കയറി പോകരുത്.
മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് സോന തിരിച്ച് ക്യാബിനിൽ കയറി ഇരിക്കുവാണ്. അങ്ങനെ കുറച്ച് നേരം സോന അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞിട്ടും അകത്തുനിന്ന് പിന്നെ അനക്കൊന്നും ഇല്ലാത്ത കാരണം സോന വീണ്ടും അങ്ങോട്ടേക്ക് തിരിച്ചു വരുവാണ്. എന്നിട്ട് ജഗന്നാഥനെ വിളിക്കണേ, ജഗന്നാഥ എന്തായി? ഒച്ച എനക്കൊന്നും ഇല്ലല്ലോ. എന്താ ആദ്യത്തെ ബഹളത്തിൽ തന്നെ നമ്മുടെ ഹീറോ ഫ്ലാറ്റായോ? അയാൾ അവനെ കൊന്നു കാണുമോ എന്നും പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും വരുൺ ഐസക്കിനെയും കൂട്ടി പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വരുൺ നല്ല കോൺഫിഡൻസിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അത് തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ വരുണിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സോനനെയാണ് കേട്ടോ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നെ നാളത്തെ ദിവസം പ്രണയവിലാസം സീരിയലിൻ്റെ മഹാ എപ്പിസോഡായതുകൊണ്ട് തന്നെ സ്നേഹപൂർവ്വം ക്ഷമ ഉണ്ടായിരിക്കുന്നതല്ല. ശനിയാഴ്ച സ്നേഹപൂർവ്വം ക്ഷമ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്